നിസ്കാരത്തിൽ തുമ്മൽ വന്നാൽ എന്ത് ചെയ്യും? മനസ്സിലാണ് അൽഹംദുലില്ലാ പറയേണ്ടത്. ബാത്റൂമൊന്നും അങ്ങനെയാണ്. ബാത്റൂമിൽ തുമ്മിയാൽ മനസ്സിൽ അൽഹംദുലില്ലാ പറയാൻ പാടുള്ളൂ. അവിടെ നിന്ന് ബാത്റൂം അത് ശുദ്ധിയുള്ള സ്ഥലമല്ല. അതുകൊണ്ട് അവിടെ നിന്ന് അള്ളാഹുവിന്റെ നാമങ്ങളോ പ്രവാചകരുടെ നാമമോ ഒന്നും അവിടെ നിന്ന് പറയാൻ പാടില്ല. മുഖദ്ദസാത്തുകൾ പവിത്രമായതൊന്നും അവിടെ നിന്ന് പറയാനോ അതിലേക്ക് കൊണ്ടുകൊടുക്കാനും പാടില്ല. അങ്ങനെയാണ്. നിസ്കാരത്തിൽ തുമ്മൽ വന്നാൽ എന്ത് ചെയ്യും? മനസ്സിലാണ് അൽഹംദുലില്ലാ പറയേണ്ടത്. ബാത്റൂമൊന്നും അങ്ങനെയാണ്. ബാത്റൂമിൽ തുമ്മിയാൽ മനസ്സിൽ അൽഹംദുലില്ലാ പറയാൻ പാടുള്ളൂ. അവിടെ നിന്ന് ബാത്റൂം അത് ശുദ്ധിയുള്ള സ്ഥലമല്ല. അതുകൊണ്ട് അവിടെ നിന്ന് അള്ളാഹുവിന്റെ നാമങ്ങളോ പ്രവാചകരുടെ നാമമോ ഒന്നും അവിടെ നിന്ന് പറയാൻ പാടില്ല. മുഖദ്ദസാത്തുകൾ പവിത്രമായതൊന്നും അവിടെ നിന്ന് പറയാനോ അതിലേക്ക് കൊണ്ടുകൊടുക്കാനും പാടില്ല. അങ്ങനെയാണ്. നിസ്കാരത്തിൽ തുമ്മൽ വന്നാൽ എന്ത് ചെയ്യും? മനസ്സിലാണ് അൽഹംദുലില്ലാ പറയേണ്ടത്. ബാത്റൂമൊന്നും അങ്ങനെയാണ്. ബാത്റൂമിൽ തുമ്മിയാൽ മനസ്സിൽ അൽഹംദുലില്ലാ പറയാൻ പാടുള്ളൂ. അവിടെ നിന്ന് ബാത്റൂം അത് ശുദ്ധിയുള്ള സ്ഥലമല്ല. അതുകൊണ്ട് അവിടെ നിന്ന് അള്ളാഹുവിന്റെ നാമങ്ങളോ പ്രവാചകരുടെ നാമമോ ഒന്നും അവിടെ നിന്ന് പറയാൻ പാടില്ല. മുഖദ്ദസാത്തുകൾ പവിത്രമായതൊന്നും അവിടെ നിന്ന് പറയാനോ അതിലേക്ക് കൊണ്ടുകൊടുക്കാനും പാടില്ല. അങ്ങനെയാണ്.